ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നല്ല മഴയാണല്ലേ. പക്ഷേ ഇന്നൊന്ന് ഒതുങ്ങി നിൽപ്പുണ്ട്, ഇന്ന് നല്ല കാറ്റുണ്ട്. പക്ഷേ ഇതൊന്നല്ല നമ്മളെ വിഷയം. നമ്മൾ കുറച്ച് കാലമായിട്ട് ഒരു വിൻഡ് മില്ല് ഉണ്ടാക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു വിൻഡ് മില്ല്. അപ്പോൾ ഇത് കണ്ടിട്ടാരും വലിയ കറണ്ടൊന്നും കട്ടേ നിൽക്കണ്ട. അല്ലെ, ഇത് പറയാൻ കാരണം നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നൊരു കമൻറ്റ് കാരണമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ ബാറ്ററി പ്രവർത്തിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതേപോലുള്ള ഫാനിനകത്തുള്ള ഈ ഒരു ലീഫ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇതിനാണ് നമുക്ക് എടുക്കണം. അപ്പോൾ നമ്മളൊരു ലീഫ് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ടേബിൾ ഫാനിലൊക്കെ വരുന്ന ഈ ഒരു ലീഫ്. അടുത്തായിട്ട് നമ്മുടെ 12 വോൾട്ടിലൊക്കെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടർ എടുത്തിട്ടുണ്ട്. ഇത് 775-ൻ്റെ നമ്മുടെ ചെറിയ ഡ്രില്ലിംഗ് മെഷീനൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ആ ഒരു മോട്ടറാണ്. ഇതായിട്ട് ഒരു പേനയുടെ ചെറിയൊരു കുഴൽ ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഒരു ലീഫിൽ നമ്മുടെ ഒരു മോട്ടറിൻ്റെ ഷാഫ്റ്റ് ടൈറ്റായിട്ട് ഇരിക്കത്തില്ല. അപ്പം അത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പേനയുടെ കോയിലിൽ നിന്ന് യൂസ് ചെയ്യാം. അതായത് അതിനകത്തേക്ക് നമ്മുടെ മോട്ടർ കയറ്റി വെച്ച് ലീഫിലോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റി വിടുക. നമ്മുടെ ഒരു കോയിലിൻ്റെ ഹോള് ചെറുതാണ്, അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് വലുതാക്കി എടുക്കണം, എന്നാലും നമ്മുടെ ഷാഫ്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കത്തുള്ളൂ. അതായത് നമ്മുടെ പേനയുടെ കോയിൽ നല്ല രീതിയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മോട്ടറിൽ നല്ല ടൈറ്റായിട്ട് ഇറങ്ങിയിരിക്കും. ഇപ്പോൾ കാണാം, നോർമലി നമ്മുടെ ഫാൻ ഇറങ്ങും പോലെ തന്നെ കറങ്ങുന്നുണ്ട്. നമുക്ക് അടുത്തായിട്ട് ആവശ്യമുള്ളത് ഒരു PVC പൈപ്പാണ്. അതായത് നമ്മുടെ PVC പൈപ്പ് ഒരു ടീയിൽ 2 അറ്റത്തോട്ട് കയറ്റി വയ്ക്കണം, അങ്ങനത്തെ വിധത്തിലാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ സെപ്പറേറ്റ് കണക്ട് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഒരു ടീ പൈപ്പിൻ്റെ ഒരു വശത്തോട്ട് നമുക്ക് ഒരു കുറച്ച് നീളത്തിന് ഒരു പൈപ്പിൻ്റെ കഷ്ണം ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടെ നീളത്തിനുള്ളത് നമ്മുടെ അപ്പുറത്തെ വശത്തൊന്ന് കണക്ട് ചെയ്തെടുക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. ഇത് നമുക്ക് ചെറിയൊരു PVC ഷീറ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഒരു ടീയുടെ അവസാനം വരുന്ന ഒരു ഭാഗം എടുക്കാം. അത് ഈ ഷീറ്റിലോട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. അതായത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനായിട്ടാണ് ഇതുപോലെ നമ്മൾ 2 സർക്കിളൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സർക്കിൾ നല്ലോണം വരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ 2 സർക്കിളൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ സൂക്ഷിച്ച് കുറച്ചൊന്ന് കട്ട് ചെയ്യണം. PVC ആയതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. അങ്ങനെ ലാസ്റ്റും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 2 സർക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനടുത്തായിട്ട് ഒരു ചെറിയൊരു ബെയറിംഗ് ആണ്. എല്ലാവർക്കും അറിയാമെന്നുള്ള നമ്മുടെ സ്പിന്നറിലുള്ളതാണ്. ഇതിപ്പോൾ ഇത് തന്നെ വേണമെന്നില്ല, നമുക്ക് വലിയ ബെയറിംഗ് തന്നെ എടുക്കാം. ഇതിപ്പോൾ ഇതിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ ഇതെടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് ബെയറിംഗ് നമ്മുടെ ഫസ്റ്റ് കട്ട് ചെയ്തെടുത്ത ആ ഒരു PVCയുടെ ഷീറ്റിലോട്ട് വെച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു ബെയറിങ്ങിൻ്റെ ഫസ്റ്റ് ഉള്ളിൽ കാണുന്ന ഈ ഒരു മെറ്റൽ ഇതിൽ തട്ടാത്ത വിധം നമുക്ക് ചെറിയൊരു ഹോൾട്ട് എടുക്കണം. അതായത് നമ്മുടെ ഈ ഒരു മെറ്റൽ ഫ്രീ ആയിട്ട് കറങ്ങണം. അതുകൊണ്ട് ഈ ഒരു അളവിന് നമുക്കിത് ഈ ഒരു രീതിയിൽ ഇത്രയൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു റിങ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യത്തുള്ളൂ. അതായത് നമ്മുടെ PVCയുടെ ആ ഒരു ഷീറ്റിലോട്ട് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ ചൂടാക്കി ഹോൾട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കത്രിക യൂസ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്തും കൂടി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ബെയറിങ് ഇവിടെ വെക്കുമ്പോൾ കാണാം, നമ്മുടെ ഉള്ളിലുള്ള റിങ് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ അകത്തത്തെ റിങ് നല്ല ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന വിധത്തിലോട്ട് വെച്ചിട്ട് ഒരു സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബെയറിങ് ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടീ പൈപ്പിൻ്റെ ലാസ്റ്റ് ഓപ്പണിംഗ് ഉള്ള ആ ഒരു സ്ഥലത്തോട്ട് നമുക്ക് ഈ ഒരു PVC നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതും നേരത്തെ പോലെ തന്നെ നല്ല ടൈറ്റായിട്ട് ഒട്ടിക്കണം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ സ്പിന്നറിൻ്റെ താഴെ നമുക്ക് വിരലുകൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ട് സ്പിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു PVC പൈപ്പ് ആവശ്യമുണ്ട്. അതായത് നമ്മുടെ ഒരു ബെയറിങ്ങിൻ്റെ താഴെ നമുക്കത് ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഫ്രീ ആയിട്ട് മൂവ് ആവും. അതിന് കണക്കായിട്ടാണ് ഒരു PVC പൈപ്പ് എടുക്കാം. അതിനുശേഷം നമ്മുടെ ഇവിടെ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഒരു സർക്കിള് ഇതേ രീതിയിൽ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ബെയറിങ്ങിൻ്റെ താഴെ വെച്ചേർന്ന ആ ഒരു സാധനം നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ വെച്ച് ഇതിനൊന്ന് ഗ്ലൂ ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഈ ഒരു മോട്ടറിനെ നമ്മുടെ ഒരു പൈപ്പിൻ്റെ ഈ ചെറിയ ഭാഗത്തായിട്ട് നമുക്ക് മോട്ടർ ഈ ഒരു രീതിയിൽ വെച്ചൊന്ന് കെട്ടി വെച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിത് കെട്ടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടിരിക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒന്ന് കെട്ടി വെച്ചത്. ഇനി നമുക്ക് ലീഫ് ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ലീഫ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ വരുന്ന ഒരു PVC കൂടെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. ഗൈസ്, ഇതിപ്പോൾ ഒറ്റ ദിശയിലോട്ട് വരുന്ന കാറ്റ് മാത്രമേ ഇത് ക്യാച്ച് ചെയ്യത്തുള്ളൂ. ഇത് ഏത് ദിശയിലോട്ടാണ് കാറ്റ്, ആ ദിശയിലോട്ട് ഇതൊന്ന് കറങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കിനി ഒരു സെറ്റപ്പ് കൂടെ ചെയ്തെടുക്കണം. ഗൈസ്, ഇനി അടുത്തായിട്ട് ഒരു ചെറിയ ഇഷ്ടം PVC പൈപ്പും വേണം. 1 ഇഞ്ചിൻ്റെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ച പൈപ്പിലോട്ട് കണക്ട് ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് നമ്മുടെ മഴയത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഴപ്പമില്ല, നമുക്കില്ലെങ്കിൽ നമ്മുടെ PVC ഷീറ്റ് ഇതിനായിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇത് തന്നെ ഒന്ന് വെച്ച് കാണിച്ചു തരാം. ഇതിനെ നമുക്കിത് പൈപ്പിൻ്റെ ഈ ഒരു രീതിയിലോട്ട് വെച്ച് ഒന്ന് സ്ക്രൂ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിത് 2 സൈഡും സ്ക്രൂ ചെയ്ത് ഇങ്ങനെ ഒന്ന് പൈപ്പിലോട്ടൊന്ന് കണക്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഈ PVC ഷീറ്റ് ഇതിവിടെ വെച്ചിട്ടുള്ളത് സ്ക്രൂ ഒന്ന് കുറച്ചുകൂടെ ടൈറ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡിൽ കുറച്ചുകൂടെ വലിയ ഹോള് വീഴത്തേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കാറ്റിൻ്റെ ദിശയിലോട്ട് കറങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ വീശറി മോഡൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിൽ കണക്ട് ചെയ്യാനായിട്ടാണ്. ഇത് ഇപ്പോൾ അത്യാവശ്യം സ്ട്രെങ്ത് ഉണ്ട്. കണ്ട, നല്ല സ്ട്രെങ്ത് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് അതിനെ വെച്ച് കൊടുക്കാം. എന്നാൽ നമ്മുടെ കാറ്റിനനുസരിച്ച് കറങ്ങത്തുള്ളൂ. അതായത് ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന വിധത്തിൽ വേണം നമുക്കിത് കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഏകദേശം പണി ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല സിമ്പിളായിട്ട് അങ്ങോട്ടും കറങ്ങും, ഇനി നമ്മുടെ ലീഫും കറങ്ങും. അപ്പോൾ നമ്മുടെ കാറ്റിനനുസരിച്ച് നമുക്ക് എല്ലാ പരിപാടിയും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടറിലോട്ട് 2 വയർ ഒന്ന് കണക്ട് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. ഗൈസ്, ഇനി കുറച്ച് നീളമുള്ള 2 വയർ എടുക്കണം. ഇനി നമുക്ക് ഈ വയറിൻ്റെ ഓരോ അറ്റം നമ്മുടെ മോട്ടറിൻ്റെ ഓരോ ലെഗിലായിട്ട് 2 വയർ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. വയറും കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പകുതി ദൂരം വരെ ഈ റെഡും ബ്ലാക്കും വയറുള്ളൂ. അതിനുശേഷം ഒരു ബ്ലൂവും വൈറ്റും നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ സമയമാണ്. നമുക്ക് താഴത്തെ പൈപ്പ് കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാറ്റത്ത് വശം നോക്കാം. ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇനി നമുക്ക് ഈ മൾട്ടിമീറ്ററിലോട്ട് ഈ 2 വയറും വോൾട്ടേജ് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് ആദ്യം വയ്ക്കാം. ഇപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് നമ്മളൊരു പൈപ്പിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം മാക്സിമം 5 വോൾട്ട് വരെ ഇതിൽ കിട്ടുന്നുണ്ട്. കാറ്റ് കുറയുമ്പോൾ നമ്മുടെ വോൾട്ടേജും കുറയും, കാറ്റ് കൂടുന്ന സമയത്ത് നമ്മുടെ വോൾട്ടേജും കൂടുന്നതായിരിക്കും. കാറ്റ് ഉള്ളിടത്തോട്ട് വെച്ചാലേ കിട്ടത്തുള്ളൂ. നമ്മുടെ വീഡിയോ എടുക്കുന്ന നേരത്ത് നല്ലപോലെ കാറ്റുണ്ടായിരുന്നു. വിൻഡ്മില്ലിൽ കൊണ്ടുവച്ചപ്പോൾ കാറ്റെല്ലാം എവിടെ പോയെന്ന് അറിഞ്ഞോളാം. വെയിറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ കാറ്റ് വരുന്നുണ്ട്, അതേ ഇളകി പോകുന്നു. ഗൈസ്, നമ്മളെ വോൾട്ടേജ് കൂടുന്നുണ്ട്, നമ്മുടെ കാറ്റിനനുസരിച്ച് കൂടുന്നുണ്ട്. നല്ല രീതിയിലുള്ള കയറ്റം ഉണ്ടാകുന്നുണ്ട്. 1 വോൾട്ടിൽ കൂടുതൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. അത് കാറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടും. ഗൈസ്, ഇപ്പോൾ മാക്സിമം 5 വോൾട്ട് വരെ ഇതിൽ കിട്ടുന്നുണ്ട്. മിനിമം നമുക്ക് 1 വോൾട്ടെങ്കിലും മിനിമം കിട്ടുന്നതാണ്. ഇതിപ്പോൾ നമ്മുടെ കാറ്റ് ഇവിടെ കുറവാണ്. നമ്മുടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ല കാറ്റുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മളെ വിൻഡ് കൊണ്ട് വെച്ച സമയത്ത് കാറ്റൊക്കെ ഇവിടെ പോയെന്ന് അറിഞ്ഞൂടാ. നല്ല കാറ്റ് വരുന്ന സമയത്ത് 5 വോൾട്ട് അടുപ്പിച്ച് കിട്ടുന്നത്. 5-ൽ കൂടുതൽ വരുന്നില്ല. അഥവാ നമുക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പ് അപ്പ് മൊഡ്യൂൾ വെച്ച് നമുക്കൊന്ന് കൂട്ടിയെടുക്കാം. അതായത് 1.30. ഗൈസ്, കുറച്ചുകൂടെ കാറ്റുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല എഫക്റ്റീവായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ട എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുന്ന സമയത്ത് കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.